ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ കിട്ടുക്കാച്ചി വ്ളോഗിലേക്ക് സ്വാഗതം. കോസ്റ്റ്യൂം കണ്ടപ്പോ തന്നെ എന്റെ പുതിയ റൈബൺ ഇല്ലെങ്കിലും ലെൻസ്കാർട്ട് ഗ്ലാസ് ആണ്. ഹൗ ഇസ് ഇറ്റ് യുനോ? എങ്ങനെയുണ്ടാ? ഇത് പച്ച കഴിഞ്ഞപ്പോ ഒന്നും കാണില്ല, ഭയങ്കര ടിൻറ്റാണ്. അല്ലേ, ഞങ്ങളുടെ കോസ്റ്റ്യൂം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ ഫുൾ പണിയായിരുന്നു, ഫുൾ ഓൺ ആയിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. എന്റെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആണ്. എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. നമ്മളിങ്ങനെ വാത്തപ്പൂക്കളും മറ്റേ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്ത് വൈബ് അടിക്കാൻ പോവുകയാണ്. ഭയങ്കര ബാക്ക് സൈഡിലോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കും. ഇന്നലെ ആക്ച്വലി നമ്മൾ കുറെ ഓടി ഗൈസ്, കുറെ ഡെക്കറേഷനും ഫ്രണ്ടിൽ മറ്റേ പൂവൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ പന്തൽ സംഭവങ്ങളും മറ്റേ ആർച്ചും കുരുത്തോലൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡിസൈനിങ്, ഭയങ്കര വർക്കൊക്കെ ആയിരുന്നു. നമ്മുടെ NSSലെ പിള്ളേരും ആൻഡ് കോളേജിലെ എല്ലാ സ്റ്റുഡൻസും എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിരുന്നു. ആൻഡ് ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷന് വേണ്ടി എല്ലാം സെറ്റാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം അറൌണ്ട് 8:45 എല്ലാ സ്റ്റുഡൻസും വന്നു തുടങ്ങി. നമ്മൾ ഇനി കോളേജിലോട്ടാണ് പോകുന്നത്. ചെന്നിട്ട് കോളേജിലെ വിശേഷങ്ങളായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പറയണം അങ്ങോട്ട്, ഷെയർ ചെയ്യൂ. എന്താന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ ചെന്നിട്ട് കാണാം. പക്ഷെ അപ്പൊ ഇതാണ് എന്റെ കോസ്റ്റ്യൂം. എന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുക്കും. എന്നെ കിട്ടിയില്ല. കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കും. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. കണ്ടോ, കുർത്ത ആൻഡ് ഇത് ഏത് കളറാടാ? ഇതൊരു മിന്നാമിനി കളർ, ഒരു കളർ ആൻഡ് ഗോൾഡ് കാരയുള്ള മിന്നാമിനി. ഇതല്ല, സോറി കേട്ടോ, മുണ്ടൊന്ന് സെറ്റ് അല്ലേ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ കോസ്റ്റ്യൂം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് കളറാന്ന് എനിക്കറിയത്തില്ല. ഗോൾഡ് കാരയുള്ള മുണ്ട് ആൻഡ് സ്റ്റുഡിയോ ചെരുപ്പ് ആൻഡ് ഇതൊക്കെയാണ്. നിന്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. ഇതാണ് ജീവന്റെ കോസ്റ്റ്യൂം. മുണ്ടല്ല, ഇത് കുർത്ത ആൻഡ് മുണ്ട്. ആരുടെ വാച്ച് കൈ കിടക്കുന്നത്? അനിയന്റെ. നൈസ്. നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഇത് ഏതൊക്കെയോ ടീമിന്റെ വിളക്കം കൊണ്ടൊക്കെ പോകുന്നു. ഓ, ഫിസിക്സ് എല്ലാം പച്ചയാണല്ലേ? ഓ, ഇതെന്ത് ഒരു പച്ചക്കകത്തൊരു കറുപ്പ് ഇയർ വെച്ചിട്ട്. ഭയങ്കര ഡ്രസ് കോഡാണ് ഗൈസ്. എല്ലാവരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഇവർ അത്തപ്പൂരുള്ള പൂവും സെറ്റൊക്കെ ആയിട്ട് പോവാണ്. നമുക്കിനി പൂവാന്ന് എടുക്കാം. അത് ഞാൻ ഡെക്കറേഷൻ ഒക്കെ നിങ്ങളെ കാണിച്ചാൽ. ക്ലാസ്സിൽ കയറിയപ്പോ ഇവിടെ ആരൊക്കെ നിൽക്കുന്നു. എന്തോ ഡാൻസിന് പോകുന്നു. കണ്ടോ, ചെത്ത് കളറല്ലേ? ഭയങ്കര കൊള്ളാം. ഇതെന്ത് ഡ്രസ് ഉണ്ട്? പട്ടുപാവട. പട്ടുപാവടയായിട്ട് നൈഷാന വന്നിരിക്കുന്നു. ആൻഡ് ഇവിടെയും പട്ടുപാവട, ആൻഡ് ഇവിടെയും പട്ടു. ഇതെന്താ? ഓ, എല്ലാത്തിനും ഇടയ്ക്ക് നിൽക്കാൻ വേണ്ടി സെറ്റ് എന്ത് സാധനത്തിന്റെ പേരുണ്ടോ? സെറ്റിന്റെ ചുരിദാർ. ഓക്കെ, നൈസ്, കൊള്ളാം. ഇവിടൊക്കെ ഒരുക്കം നടക്കുന്നത് മുല്ലപ്പൂവാണ്. ഇപ്പൊ എത്ര മുല്ലപ്പൂവിനാ? അയ്യോ, കാലം പോയ പൂക്ക് ഉണ്ടോ? ഓ, സെറ്റാണല്ലോ. ഇതെന്തിന് കൃഷ്ണ മാലടാണ്. അടിപൊളി സെറ്റ്, അടിപൊളി. ജീവന്റെ ആദ്യ രാത്രിക്കുള്ള കണ്ട് മുണ്ടും കുർത്തയൊക്കെ ഇട്ട് അടുത്ത ടീം എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഓ, സെറ്റാണല്ലേ, സെറ്റപ്പാണ്. അടുത്ത് രണ്ടും ഒരു കളർ അല്ലല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? സീനില്ല. നമ്മൾ കുറച്ച് പേര് ഡ്രസ് കോഡ് എടുത്തിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലോഗോ, ഇവിടെ സെയിം ഡ്രസ് കോഡ് എന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും ഓരോ കോഡാണ്. ഞാൻ കാണിച്ചുതരാം, ഓരോരുത്തരെ കാണിച്ചുതരാം. ഹലോ, ബൈ. കാളിദാസിന്റെ അച്ഛനാണ്. ആൾക്കാരൊക്കെ ആക്ച്വലി വന്നു തുടങ്ങുന്ന വയസ്സ്. നമ്മൾ നേരത്തെ നമുക്ക് ഈ പൂ ഡെക്കറേറ്റ്. ഓ, ഇതാരാ? ഹായ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. എന്തോ ഒരു പന്തിരുണ്ട്, എല്ലാം വരും അല്ലേ? കളറൊക്കെ മാറി. ഇപ്പൊ രണ്ടും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സീനില്ലായിരിക്കും. എന്റെ കളറൊക്കെ കാണുന്നതാണ് നമ്മുടെ മൻസൂറിന്റെ കാർ, മോഡിഫൈഡ് സ്വിഫ്റ്റ്. നമ്പർ വേണമെങ്കിൽ നോക്കി വെച്ചോ. എടാ, എപ്പോഴാണ് മുണ്ടെടുക്കുന്നത്? അതെ, എക്സോസ്റ്റ് മാറ്റിയത്. ഓട്ട വീട് കുറച്ചുകൂടെ ചേർത്തിടാ. എനിക്ക് ഏറ്റാൻ പറ്റാത്ത രീതി ഇടാ. ഓ മൈ ഗോഡ്, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. കൊള്ളല്ലേ? ഇതെന്താ ഹാഫ് സാരിയാണ്? അല്ല. ഓ മൈ ഗോഡ്, അടിപൊളി. ഈ ഡ്രസ്സിന്റെ പേരെന്താ? ധാവണി. ഇത് എവിടെ നിന്ന്? എടാ, എങ്ങനെയുണ്ടോ ഇത്? ഞാനെന്താ പറയാനാ? ആണ്ട് ഇവിടെ അടുത്തൊരു സീനിയർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത് പറയൂ. അതെ, നമ്മൾ ഈ പൂ വെച്ചിട്ട് ബാക്കി മാല ഡിസൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് പരിപാടികൾ.
വിളി ആൾക്കാരെ വിളിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ബാബാടെ മറ്റേ അങ്ങ് ചെയ്ത് തീർക്ക് ചെറിയ ഡിസൈൻ. അല്ല ഓരോരുത്തരുടെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. കാണിക്കൂ കുറെ ക്ലാരിറ്റി. ഇങ്ങോട്ട് നോക്ക്. പട്ട് അവിടെ ഇട്ട് അനഘ ഗിരീഷ് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ആരൊക്കെയുണ്ട്? ഓ ഇവിടെയൊക്കെ ഒരുക്കങ്ങളാണ്, ഭയങ്കര ഒരുക്കങ്ങളാണ്. ഇത് എന്ത് ഡ്രസ്സാണ് ഇത്? ആരുടെ ബ്ലൗസ്? ഇതാണ് നമ്മുടെ കോളേജിലെ ഊഞ്ഞാല്. ഓക്കെ, അപ്പൊ ആടാൻ പോകണം. ആദ്യമായിട്ട് കയറിക്കോ. യെസ്, നമ്മൾ പൂവൊക്കെ വെച്ച് ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്തു. ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, റെഡി? ആട്ടിക്കോ. റെഡി 3, 2, 1. കൈയടി. ഉദ്ഘാടനം. ഊഞ്ഞാല് കൊള്ളാം, കുഴപ്പമില്ല. ഇതൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ആ ക്ലിപ്പാ വേണ്ട, വീഴണം. അതാ കണ്ടു ഒരു സാറ് കണ്ട്. ഹൈ പറയൂ വ്ളോഗിൽ. ഹൈ. നിങ്ങളെല്ലാം ബ്ലാക്ക് കോഡാണല്ലേ? തിളങ്ങുന്ന ഷർട്ടൊക്കെ. ഞങ്ങളുടെ കോളേജ് ഇത് കാണുന്ന ബിൽഡിംഗ്, ആ കാണുന്ന ബിൽഡിംഗ്, ഇത് ഓഡിറ്റോറിയം. നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ എല്ലായിരിക്കും നമ്മൾ പ്രോഗ്രാംസുകൾ നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഹലോ, ഹൈ വ്ളോഗിൽ ഹൈ പറയൂ. എല്ലാം ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആടാ ഹലോ. ഓണം ആകുമ്പോൾ ഫുള്ള് കളർഫുൾ അല്ലേ പിള്ളേരൊക്കെ ഭയങ്കര ലുക്ക് കഴിച്ചു. ഇതുവരെ ഇല്ലാത്ത ലുക്കൊക്കെ പിള്ളേർ. ഇവരെ കാണിച്ചില്ലേ? ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ കളർ കോഡ് ഇട്ട രണ്ടാമത്തെ കളർ കോഡ് വ്യക്തി. കിരലല്ലേ, കിരലൻ കളർ. ഇവിടെ ബ്രോ, എന്റെ മോനെ ഫ്രഷ് കളറൊക്കെ ഇട്ട് വരുത്ത പോകുന്നു. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ദൂരെ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഇവിടെ നമ്മൾ ഫോട്ടോ സെക്ഷൻ പോലെ സെറ്റ് ചെയ്തായിരുന്നു. കണ്ട, ഇതാണ് നമ്മുടെ കോളേജിലെ ചാപ്പൽ. ഇവിടെ എല്ലാം ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. അടുത്ത ആരോണ്ടൊക്കെ പോകുന്നു. ഹലോ ഗൈസ്, എല്ലാവരും അത്തപ്പൂ കൂടെ ഉള്ള പൂവൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഫുൾ സെറ്റ് ചെയ്ത് ഗൈസ്. കണ്ട, ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രൻസ് കവാടം. എടാ പറഞ്ഞു വിടറാ എന്തൊക്കെയാണ് ഇതിനെ പറ്റി നമ്മൾ ചെയ്തതിനെ പറ്റി. അതെ എങ്ങനെയുണ്ട് കാണാൻ സാധനം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഈ എൻട്രൻസ്? അടിപൊളിയല്ലേ ഗൈസ്? ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഘോഷയാത്ര കാണും. ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ എൻട്രൻസ് സെറ്റ് അല്ലേ? ഇവളെയാണ് സൈഡിൽ കുറെ ചെയ്തത് എന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു ഫോട്ടോ സെക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ കാണിക്കൂ. ഇവിടെ അഭിനയിക്കുന്നുണ്ട് ആൾക്കാർ. ഇത് ജീനറ്റ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല സെറ്റപ്പാണ്. നമുക്ക് ഫോട്ടോ എടുക്കാം. ആൾക്കാരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഓണം എങ്ങനെയുണ്ട്? വളരെ മോശം. എങ്ങനെയുണ്ട്? സെറ്റാണ്. എല്ലാവരും ഡ്രസ്സ് കാണിക്കൂ. എല്ലാരും മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ, ഡ്രസ്സിന്റെ വില പറയുന്നത്. എന്താണ് അതിന് പറയുന്നത്? OTD. സോറി, കൊള്ളൂല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ? ഓക്കെ. വ്ളോഗിൽ ഹായ് പറയൂ. എങ്ങനെ പോകുന്നു ഓണപരിപാടിയൊക്കെ? ലൈവ് അല്ലേ വീഡിയോ? ഹായ്. കൊള്ളാം കേട്ടോ. ചെത്ത് എല്ലാം ചെത്ത. സാറുമാര് താണ്ട് കറുപ്പും. എവിടെ കളർ കോഡ്? എവിടെ ഇല്ല, കളർ കോഡ് ഇല്ല. ഇവിടെ അത്തപ്പൂവിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. പൂവൊക്കെ സെറ്റ് കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ബാച്ച്. ഇവിടെ എല്ലാം അത് തന്നെ കേട്ടോ. ഇവിടെ എല്ലാം അത്തപ്പൂവിന്റെ സെറ്റപ്പുകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഓണാണ്, എല്ലാവരും ഓണാണ്. അതാണ് അതിന്റെ ഒരു ഇത്. ഓഡിറ്റോറിയത്തിലോട്ട് കയറുമ്പോഴും ഇവിടെയും എല്ലായിടത്തും അത്തപ്പൂക്കള മത്സരമാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. സ്റ്റേജിൽ തിരുവാതിരയും ഈ ഭാഗത്ത് മൊത്തം അത്തപ്പൂക്കളവും മത്സരമായിരിക്കും നടക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസായിട്ടായിരിക്കും തിരിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തപ്പട്ടെ. ഇതേതാ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ബികോം ടാക്സ്. ഈ കാണുന്ന ബികോം ടാക്സ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഏതാ? കെമിസ്ട്രി. ഇത് കെമിസ്ട്രിയിലെ ഞങ്ങളുടെ ടീച്ചർമാരാണ്. ഹലോ. ഇതേതാ ഡിപ്പാർട്ട്മെന്റ്? ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ഓ ഗൈസ്, ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അറ്റ്ലാസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെ ഞാൻ കണ്ടുപിടിച്ചു. ഹായ് പറയൂ. ഹലോ. ഇവിടെ പൂവൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതായിരിക്കും നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്ഥലം കിട്ടി. ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ്. ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരൊക്കെ ഇപ്പോഴേ കാണുന്നല്ലേ? കൊള്ളാം. ഇതേതാ ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, ഇത് ഈ കാണുന്നത് ബയോടെക്കിലെ അത്തപ്പൂവാണ്. എല്ലാം കൊള്ളാം കേട്ടോ. എല്ലാം ഇതേതാ ഡിപ്പാർട്ട്മെന്റ്? ഫിസിക്സ്. ഈ കാണുന്ന ഫിസിക്സിലെ പിള്ളേരെല്ലാം പച്ചയൊക്കെ ഇട്ട് നല്ല വൈബടിച്ചാണ് അത് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിലും നേരെ പല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജീവനും ആദികാശം. ഇത് ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്ന് അറിയത്തില്ല ഗൈസ്, പക്ഷെ അവർ തുടങ്ങി. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ബോട്ടണി. ഓക്കെ, ബോട്ടണി തുടങ്ങി ഗൈസ്. ടു ഫാസ്റ്റ്. ഡിപ്പാർട്ട്മെന്റ് അറിയത്തില്ല കേട്ടോ. ബികോമിന്റെ ആ പാടുന്ന എന്റെ കസിനാണ്. കസിൻ കണ്ട്
ഇത് ബികോമിന്റെ ബികോം ഇവിടെ ആയി കഴിച്ചു. ഇവിടെ എല്ലാം തുടങ്ങി കണ്ടോ, എല്ലാരും ഓണാണ്. ഡ്രസ് കോഡ് കിട്ടിയോ? എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, ഇല്ലതേ ഉള്ളൂ. ബാക്കി ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അവിടെ എല്ലാരും ഡ്രസ് കോഡായി. ഓൾമോസ്റ്റ് ആൾക്കാർ ഡ്രസ് കോഡാ. നമ്മൾ മാത്രമേ കിട്ടുന്ന സ്റ്റേജിൽ തിരുവാതിര നടക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ചില്ലടിക്കുന്നു. വേറെ ടീം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലും കളർ കോഡ് ഇട്ടേക്കുന്നതാണ് ഈ ടീം വന്നു. എടാ ഇത് എന്ത് ടീമാ? പഠിപ്പൂര. ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് എല്ലാം കൂടെ ഉള്ളതാണോ? ഫസ്റ്റ് ഇയേഴ്സ് മാത്രമോ? എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടെ കാണിച്ച. എടാ എല്ലാവരും നിന്ന് നോക്കട്ടെ. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. എല്ലാവരും മൻസൂറെ ഇങ്ങോട്ട് കണ്ടാ. ഒത്തിരി എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ് കോഡ് ഇതാണോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ടേക്കുന്ന ഡ്രസ് കോഡ് ഇതാ. നോക്കി എല്ലാരും യോഗ അടിക്കേ. എല്ലാരും ഭയങ്കര വൈബ് നൈസ്. അവിടുത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ഡ്രസ് കോഡ് കേട്ടാ. ഇതിപ്പോ വന്ന് പരിപാടി നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പാ സാധനം വന്നേ. ഇവിടെ എവിടെ നിന്നൊക്കെ എടുപ്പിച്ച സംഭവമാണ് ഗൈസ്. വടംവലിക്കുള്ള വടമെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. അടുത്ത പരിപാടി വടംവലിയാണ്. ഏതായാലും നിമിഷങ്ങൾക്കും വടംവലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ടീമാണ് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ആങ്കറിങ്ങിന് കയറി. ഞങ്ങളായിരിക്കും നമ്മുടെ ഇവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഇംഗ്ലീഷ് ഇത് രണ്ടുമാണ് ഗൈസ്. വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എവർ റോളിംഗ് ട്രോഫി. മണ്ടയ്ക്ക് ഓഡിയൻസ് നിൽക്കുന്നതാണ്. എല്ലാവരും ഒരു കിടുക്കൻ കയ്യടി കൊടുക്കൂ. വടംവലി തുടങ്ങാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ. എൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ആൻഡ് ഇവിടെയും ആൾക്കാർ നിൽപ്പുണ്ട്. ആൻഡ് മുകളിലും ആൾക്കാർ നിൽപ്പുണ്ട്. അവിടെയും ഇവിടെയൊക്കെ നിറഞ്ഞ ആൾക്കാർ നിൽപ്പുണ്ട്. ഇച്ചിരി ലാഗ് വന്നു, എന്നാലും കുഴപ്പമില്ല. ടീം സെറ്റ് ആയി. ആദ്യ മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നു. സിറപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടുത്തെ ചീറപ്പിയുള്ള ആൾക്കാർ ഇവിടെ എന്റെ പുറകില് വടംവലിക്കുള്ള ആൾക്കാർ സെറ്റാണ് ഗൈസ്. ഞാൻ അവരെ കാണിച്ചു തരാം. എന്താണ് പറയാനുള്ളത്? പറയൂ. ജയിക്കോ? നീ ഇംഗ്ലീഷാണോ? ബികോം ജയിക്കും. എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു ബികോം ജയിക്കും എന്നാണ്. എന്താണ് പറയാനുള്ളത്? പറയൂ. എന്താണ് പറയാനുള്ളത്? ഇവിടെ ബികോമിലെ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ ആവേശത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയാണ്. നമുക്ക് നോക്കാം. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ബികോമിന് കപ്പ്. ഇവിടെ ഓഡിയൻസ് ഒക്കെ വൺ ഓൺ ആണ് ഗൈസ്. ബികോം റെഡിയല്ലേ? എടാ റെഡിയല്ലേടാ? ഇംഗ്ലീഷ്. അടുത്ത ടീമിനെ നമുക്ക് പോയി പരിചയപ്പെടാം. അടുത്ത ടീമിലെ മെമ്പേഴ്സിന് അടുത്ത് ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? ജയിക്കും. എന്താണ് പറയാനുള്ളത്? ജയിക്കും. എന്താണ് പറയാനുള്ളത്? ഫുൾ സപ്പ്. കപ്പ്. ഇവരെല്ലാം കപ്പും കൊണ്ട് പോകുമെന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. നമുക്ക് ഓഡിയൻസിന്റെ അടുത്ത് കൂടെ ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? ഇവർ ജയിക്കുമോ? ആര് ജയിക്കും? സുഹൃത്തുക്കളെ ഏതാനും നിമിഷങ്ങൾക്കകം കാര്യങ്ങളൊക്കെ തുടങ്ങും. എന്താണ് പറയാനുള്ളത്? ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എല്ലാവരും കടുത്ത മത്സരം വരാൻ പോകുന്നത് ഇംഗ്ലീഷും ബികോമും ആയിരിക്കും അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് കയറുമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് കയറുമോ എനിക്ക് അറിയത്തില്ല. മാക്സിമം നോക്കാം. ഓഡിയൻസ് ഒക്കെ നിൽക്കുന്നുണ്ട്. എന്റെ പൊന്നെ പൊരി വെയിൽ കേട്ടോ. പിന്നെ മഴ പെയ്യെന്ന് വിചാരിച്ച പക്ഷേ ഭയങ്കര ഒടുക്കത്തെ വെയിലാണ്. ഇവരെല്ലാം കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാണ്ട്. ഓക്കെ റെഡി. ഇതാണ് നമ്മുടെ കോച്ച്. രാഹുൽ സാറിന്റെ ഡബിൾ. നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പിള്ളേരെ എല്ലാരും ഓണല്ലേ?
ആര് ജയിക്കുമെന്ന് കണ്ടറിയാം guys. വലിച്ചോ ഇത്ര നേരമായിട്ട് കട്ടൊക്കെ പോട്ടെ എന്റെ പോലെ കട്ടൊക്കെ നിൽക്കുന്നത്. ആ വലിച്ചോ വലി പുള്ളിയുടെ കാല് പോയി. എന്റെ മോനെ എന്തുവായിരുന്നു കൊറേ നേരമായിട്ട് കട്ടക്ക് നിൽക്കുന്നു, അനങ്ങുന്നില്ല സാധനം. എത്ര മിനിറ്റായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നു സീ തന്നെ. അങ്ങനെ ബികോം ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് സീ അടുത്ത എന്താ സംഭവിക്കുമെന്ന്. അടുത്ത മത്സരം തുടങ്ങാൻ പോവുകയാണ്. കാണാം. വാശിയേറിയ മത്സരം നടക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആയ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കയറാൻ പോവുകയാണ്. കാത്തിന്ന് കാണാം. ജയിക്കുന്നവർ ജയിക്കും, തോക്കുന്നവർ തോക്കും. ഓക്കെ, ശുഭദിനം. ഗൈസ്, ഇവിടെ ആയിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. എനിക്കും പറയാം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെ ചിയറപ്പ് ചെയ്യാൻ രണ്ട് ഗേൾസ് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും മലയാളം ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേർ കേട്ടാ. ഇതൊക്കെ സീനിയേഴ്സ് ആണ്. കാരണം ഇവിടെ ഇത്രയും പേര് ഇങ്ങനെ കാണാനുണ്ട്. നട്ടച്ച വേദന അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് കിട്ടി ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ കിട്ടി. സാറേ ബ്ലോഗിലൊരു ഹായ് പറ. ഓണമായിട്ട് വെള്ളമില്ലായിട്ട് ഹായ് പറയൂ. ഇതെന്നെ മലയാളം സാറും, ഇത് ഹിന്ദി അല്ല, ഹിന്ദി സാറാണ്. പിള്ളേരുടെ വടംവലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ ടീമാണ്, ഒരു പെടുത്തുമില്ല. ഞാൻ അപ്പുറം വരെ പോയിട്ട് അവർ ജയിച്ചു. അപ്പുറത്തെ ടീം ജയിച്ചു. നമ്മൾ വിചാരിച്ച പോലെ ഇവിടുത്തെ പെൺപിള്ളേരൊക്കെ ഭയങ്കര വിഷയമാണ്. അയ്യോ, വിചാരിക്കുന്ന പോലെ ഒന്നും ഞാൻ കാണിച്ചുതരാം. ഗൈസ്, ഗേൾസിന്റെ നേരത്തെ ജയിച്ച ടീമാണ്. ഇപ്പൊ കണ്ടോണം നിങ്ങൾ എന്താ സംഭവിക്കാൻ പോയത്.
വിചാരിച്ച പോലെ കേട്ടോ. ഈ പിള്ളേരൊക്കെ ഭയങ്കര വിഷയം. സ്പോർട്സിന് കില്ലാടികളായ ആൾക്കാരാ. ജയിച്ചു. അയ്യോ സീ ഗൈസ്, ഇവരൊക്കെ കിടില കേട്ടോ. ബോയ്സ് ഇവിടുത്തെ പെമ്പിള്ളേരൊക്കെ ഭയങ്കര വിഷയം. ആ സാരിയൊക്കെ മടക്കി കുത്തിട്ട് അവിടെ കേറി. ഓ സീനായിരുന്നു ഗൈസ്, സീൻ. ഇനി അടുത്തത് ബോയ്സിന്റെ ഫൈനലാണ്. എന്താണ് പറയാനുള്ളത്? ഫൈനലിൽ കയറാൻ പോ, എന്താ പറയാനുള്ളതെന്ന് ജയിച്ചിട്ട് പറയാം. ഇതെല്ലാം ബികോമിന്റെ ആൾക്കാർ ഇതാ കയറാൻ പോവുകയാണ്. ഇവരെയാണ് എല്ലാ വർഷവും എവർ റോളിങ് അടിക്കുന്നത്. ബികോം ഈ പ്രാവശ്യം കണ്ടറിയാം, ജയിക്കാനല്ലേ. നമുക്ക് ആ സൈഡിൽ പോയി നിൽക്കാം. പ്ലാനൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ബികോം ഭയങ്കര വൈബാണ് ഗൈസ്. ബികോമിലെ പിള്ളേരൊക്കെ ഭയങ്കര പവറിലാണ് നിൽക്കുന്നത്. ഇവർ എന്തൊക്കെയോ ടീമൊക്കെ പറയുന്നത് നോക്കട്ടെ, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക. വേണ്ട ഭയങ്കര കോർഡിനേഷൻ. ഇതിന് വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ട കോർഡിനേഷനാണ്. മീനാക്ഷി എന്താണ് പറയാനുള്ളത്? ജയിക്കുമോ ഈ പ്രാവശ്യം? ഓ നിങ്ങൾ തന്നെ. എന്താണ് പറയാനുള്ളത്? ജയിക്കുമോ? കപ്പില്ല, മറ്റേ വാഴക്കൊലയുള്ളു. എന്താണ് പറയാനുള്ളത്? അടിച്ചിരിക്കും. കാണാം. പക്ഷെ അവർ റെഡിയാവുന്നു. ഇവിടെയാണ് അവരുടെ ലോട്ട്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തുടങ്ങുന്നതായിരിക്കും. എപ്പോ തുടങ്ങും? കാര്യം ഞാൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിലൊന്നും അങ്ങനെയല്ല. അവന്റെ മസിൽ കണ്ടു. പോട്ടെ. ഈ പ്രാവശ്യം ബികോം തൂക്കും. സീൻ വിഷയം. ഓ ഇനിയും പറ, ഫൈനൽ ആര് ജയിക്കും? ഈ നമ്മളാരാ? എന്താ പറയൂ. എന്താണ് ഇതുവരെ എങ്ങനെയുണ്ട്? ബൈ. അവിടെ ഉറിയടിക്ക് ആള് കയറി. ഉറി കെട്ടാൻ വേണ്ടി ആള് കയറിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഉറിയടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ ആയിരിക്കും നമ്മൾ ഉറിയടി സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ടീമിനോട് നിൽക്കാം ഗൈസ്. എന്താ സംഭവിക്കുന്നത് നോക്കാം. ആരായിരിക്കും ജയിക്കുന്നത്? പ്രഡിക്ഷൻ ആരായിരിക്കും ജയിക്കുന്നത്? ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിലെ സാറ് പറയുന്നു. ആരായിരിക്കും ജയിക്കുന്നത്? ഇംഗ്ലീഷ്. മലയാളത്തിൽ സാറ് പറയുന്നത് ഇംഗ്ലീഷ്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലെ ടീം എല്ലാം റെഡി ആയിരിക്കും. ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? പറയൂ. അതെ, ഇംഗ്ലീഷ്. ഓക്കെ, ഈ ടീമായിരിക്കും ജയിക്കുന്നത്. അല്ല, അതിൽ കാര്യമില്ല. ഏത് ടീം ജയിച്ചാലും നമ്മുടെ ടീം തന്നെ. ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫൈനലാണ്. യെസ്, ഒന്ന് ചിയർ ചെയ്യൂ. ഇവരെല്ലാം വൈബ് ആൾക്കാരാണ് ഗൈസ്. ഇവനാണ് മെയിൻ. എന്നെ നമ്മുടെ കോളേജ് വേണം ഇങ്ങനെ കണ്ടു. ഇതാണ് ഞങ്ങളുടെ കോളേജ്, കണ്ടോ? യെസ്, അതെ, ജയിക്കുന്ന നമ്മുടെ ടീം. ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? പറയൂ. ബികോം. ഓക്കെ.
ഓ അതുകൊണ്ടല്ലേ വീട്ടിൽ കേട്ടില്ല. ഇംഗ്ലീഷ് VS BCom ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കോച്ച്. എന്തും സംഭവിക്കാം, എങ്ങനെയും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ചൂട് ഗൈസ്, ഭയങ്കര ചൂട്. പക്ഷെ വലിക്കാനായിട്ട് ജീവനുണ്ട്. വലിക്കൂ അതോ എന്താണ് ആര്? ഓക്കെ ജയിക്കും. സെറ്റ്. ഇതാണ് നമ്മുടെ കുറ്റി, മിസ്റ്റർ കുറ്റി. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ലേ? ശരിയാണല്ലോ. ഇതൊക്കെ സ്പോർട്സുകാരാണ് കേട്ടോ. നിപ്പ് കണ്ടാ അറിയാം. സ്പോർട്സ്. കൊടുക്ക്. വലി. അയ്യോ പോയി. കരുനാക്ക് വിണ്ടരുത്. അപ്പഴേ ജയിച്ചടാ. അവിടെ എല്ലാം ആഘോഷ പ്രകമ്പനം തുടങ്ങി കഴിഞ്ഞു അല്ലേ കിട്ടുന്ന സാധനം. ഓക്കെ ഗേൾസിന്റെ ഫൈനൽ. മോനെ റിസൾട്ട് കൊമേഴ്സിന്റെ നമ്മുടെ പായസ വിതരണം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാലടയാണ്. കണ്ടോ ഇവിടെ മൊത്തം അടിയാണ്. കിട്ടി തിരക്കാണ് ഗൈസ്. ഈ അടിയൊന്ന് കഴിയട്ടെ. പായസം നിങ്ങളെ കാണുക. ഇതാണ് പായസം. പായസം കുടിച്ചിട്ട് വരാം. ചെണ്ടമേളം തുടങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ കോളേജിൽ ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നു. എല്ലാ മന്തിയും ഓരോന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ചിക്കന് ഷവായി, ഹണി, പിന്നെ എന്തായിരുന്നു പെരി അങ്ങനെ ഏണ്ടൊക്കെ സാധനങ്ങളുണ്ട്. നമ്മളെല്ലാവരും കൂടെ വന്നു. നമ്മൾ നൈഷാനെ മിസ് ചെയ്ത് ഗൈസ്. നൈഷാനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അല്ല വിളിച്ചിട്ട് കിട്ടാഞ്ഞതാ. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കാണാം. യൂഷ്വൽ എല്ലാ വ്ളോഗും തീർക്കുന്നതല്ല. ഫുഡ് അടിച്ചിട്ട് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തു. അവരെല്ലാം പല വീട്ടിലോട്ട് പല വഴിക്ക് പോയി. മനസ്സുകൊണ്ട് കൂടെ കുറച്ചൊരു പോയി. എനിവേ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വർഷത്തെ ഓണ പരിപാടി അടിപൊളിയായിരുന്നു. ആൻഡ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് കാണാം. ബൈ.